എങ്ങനെ ബോക്സർ സ്കിപ്പും റണ്ണിങ് സ്കിപ്പും ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക് ജമ്പ് റോപ്പിൻ്റെ പോസ്ചർ കറക്ഷനെ പറ്റി പഠിച്ചു. അതായത് നമ്മൾ വൈഡായിട്ട് കൈവെക്കാതെ ഹിപ്പിനോടനുസരിച്ച് കൈവെക്കുക, അതേപോലെ റിസ്റ്റ് ജോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യുക, എൽബോവും ഷോൾഡറും റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം റിസ്റ്റ് ജോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇത്തരം കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബോക്സ് സ്കിപ്പ് ചെയ്യാമെന്നും പിന്നെ റണ്ണിങ് സ്കിപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ബേസിക് ജമ്പിങ്ങിന് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ ബോക്സ് സ്കിപ്പിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ബോക്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താവില്ല, ടയേർഡ് ആവില്ല. അതാണ് അതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ബോക്സ് സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ കണ്ടോളൂ. അതായത് യൂഷ്വലി ഇത് ബോക്സേഴ്സും ഫൈറ്റേഴ്സൊക്കെ നമ്മളെന്ന് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അവർ ഈ ജാബ് ചെയ്യുന്ന സമയത്തും ഈ ഒരു പോസ്ചറിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോർമൽ സ്കിപ്പ് ചെയ്യാം. അത് നമ്മൾ ടോസിൽ മാത്രമേ ചെയ്യണം. നമ്മളെ വിരൽ മാത്രമേ നിലത്ത് തട്ടാൻ പാടുള്ളൂ. നമ്മുടെ ഹീല് പൂർണ്ണമായിട്ട് തട്ടാൻ പറ്റില്ല. ഹീല് പൂർണ്ണമായി തട്ടിയാൽ നമുക്കത് എക്സ്ട്രാ എഫേർട്ട് ആണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ വിരലിനെ കൊണ്ടുപോകണം നമ്മൾ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമൽ ജംപ്സിൽ ഇതുപോലെ നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജമ്പാണ് വരിക. എന്നാൽ ബോക്സ് സ്കിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാലിൻ്റെ ഫിംഗേഴ്സിലായിരിക്കണം നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ബോക്സ് സ്കിപ്പ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിപ്പിംഗ് ക്യാബിൾ നിലത്ത് വെക്കുക. എന്നിട്ട് ഇപ്പം എൻ്റെ കാല് ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലാണ് വരിക. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി, എൻ്റെ കാലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയതാ. ഈ ഒരു പൊസിഷനിലാണ് ആദ്യം വരിക. ഈ വലത് കാലിൻ്റെ ഫിംഗറിൽ ഫസ്റ്റ് ലാൻഡ് ചെയ്ത് നിൽക്കുക. അതേ സമയത്ത് ഇടത് കാല് പൂർണ്ണമായും ഹീല് ടച്ച് ചെയ്യാതെ അല്പം ഒന്ന് ഹീല് മാത്രം ഉയർത്തി വെക്കാം. പക്ഷേ വലത് കാല് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ഫിംഗേഴ്സിൻ്റെ മേലെ തന്നെ വരണം. നെക്സ്റ്റ് ജമ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സ്വിച്ച് ചെയ്യുക. അതായത് ലെഫ്റ്റ് കാലിൻ്റെ ഫിംഗറിലേക്ക് ലാൻഡ് ചെയ്യുകയും റൈറ്റ് കാല് ഓൾമോസ്റ്റ് കാല് മുഴുവനായിട്ട് നിലത്ത് തട്ടുന്ന രീതിയിൽ, പക്ഷേ ഹിപ്പ് അല്പം പൊക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോളൂ. ഞാൻ നെക്സ്റ്റ് ജമ്പിൽ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഏത് കാലാണോ നമ്മൾ ഫിംഗറിൽ ലാൻഡ് ചെയ്യുന്നത് ആ കാലിൻ്റെ നീ കുറച്ച് മുന്നിലേക്കാക്കി വെക്കുക, മറ്റേ കാല് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഇപ്പോൾ ഞാൻ അടുത്ത സ്വിച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാലിൻ്റെ കാൽമുട്ട് മുന്നിലേക്ക് വരുന്നതായിട്ട് കണ്ടോളൂ. ഈ രീതിയിലാണ് ഇതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ് വരുന്നത്. ഇതൊന്നും നമുക്ക് ജമ്പ് റോപ്പിൽ ചെയ്ത് നോക്കിയാലോ. അടുത്ത റണ്ണേഴ്സിലേക്ക് മാറാം. ഓക്കെ, റണ്ണേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ ഒന്നുകൂടി കാലിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്നും റൺ ചെയ്യുന്നതുണ്ടല്ലോ, നമ്മൾ റൺ ചെയ്യാം. ആ റണ്ണിങ് ഒരേ സ്ഥലത്ത് നിന്നിട്ട് റണ്ണിങ് ചെയ്യാം. ഇത്ര ഈസിയാണ് റണ്ണേഴ്സ്. അപ്പോൾ ഇതിൻ്റെ റിത്തം ശരിയാവാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ റോപ്പ് താഴെ വെക്കുക. എന്നിട്ട് റണ്ണ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈ രണ്ടും കാലിലേക്ക് ഇങ്ങനെ അടിച്ചു നോക്കുക. അതായത് നമ്മൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം റിതം നമ്മൾ റോപ്പ് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റോപ്പ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നോർമൽ ജമ്പ്, ബോക്സേഴ്സ്, ഇങ്ങനെയാണ് റണ്ണേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ബോക്സേഴ്സ് ചെയ്യുന്ന സമയത്ത് ഏത് കാലാണോ ഫിംഗേഴ്സിൽ ലാൻഡ് ചെയ്യുന്നത്, നമ്മുടെ ടോസിൽ ലാൻഡ് ചെയ്യുന്നത്, ആ കാലിൻ്റെ നീ അല്പം മുന്നോട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത കാലിൻ്റെ ടോസിൽ ലാൻഡ് ചെയ്യും, അതേപോലെ കാൽമുട്ട് മുന്നോട്ടുണ്ടാവണം. ഈ രീതിയിൽ. ഓക്കെ, റണ്ണേഴ്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലായി പഠിക്കാനൊന്നുമില്ല, എല്ലാവർക്കും ഓടാൻ അറിയണ്ടാവല്ലോ. ആ ഓടുന്നത് പൂർണ്ണമായി ഹീല് നിലത്ത് തട്ടാതെ ടോസിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ സ്കിപ്പിംഗ് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ.
നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പ്രോഗ്രസ് അറിയിക്കാം.